സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ ഹൃദയ ശസ്ത്രക്രിയകൾ ഇന്നു മുതൽ മുടങ്ങും. കുടിശ്ശിക ലഭിക്കാത്തതിനാൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണം കഴിഞ്ഞ ദിവസം നിലച്ചതോടെ രോഗികൾ വലയുകയാണ്. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി എന്നിവയും നടക്കില്ല. 159 കോടി രൂപ കുടിശ്ശിക ഇനത്തിൽ മാത്രം വിതരണക്കാർക്ക് നൽകാനുള്ളതോടെ ഉപകരണ വിതരണം നിർത്തിയത് സർക്കാർ ആശുപത്രികളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 1 മുതൽ പൂർണ്ണമായും മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണം നിർത്തുമെന്ന് വിതരണക്കാർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയതാണ്. ഇതിന് പിന്നാലെയാണ് ഇന്നലെ വിതരണം നിർത്തിയത്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ ഹൃദയ ശസ്ത്രക്രിയകൾ ഇതോടെ ഇന്നു മുതൽ മുടങ്ങിയേക്കും. കുടിശ്ശിക ലഭിക്കാത്തതിനാൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണം കഴിഞ്ഞ ദിവസം നിലച്ചതോടെ വലയുന്നത് രോഗികളാണ്. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി എന്നിവയും നടക്കില്ല. 159 കോടി രൂപ കുടിശ്ശിക ഇനത്തിൽ മാത്രം വിതരണക്കാർക്ക് നൽകാനുള്ളതോടെ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിയത് സർക്കാർ ആശുപത്രികളെ കാര്യമായി ബാധിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന് കീഴിലെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള 21 ആശുപത്രികളിലെ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിതരണമാണ് വിതരണക്കാർ നിർത്തിവെക്കുന്നത്. 1.5 വർഷത്തെ കണക്ക് പ്രകാരം സ്റ്റെന്റ് ഉൾപ്പെടെയുള്ള അനുബന്ധ ഉപകരണങ്ങൾ നൽകിയ ഇനത്തിൽ 159 കോടി രൂപയാണ് വിതരണക്കാർക്ക് ലഭിക്കാനുള്ളത്. ജൂണിൽ തന്നെ ഉപകരണങ്ങൾ നൽകുന്നത് പല വിതരണക്കാരും നിർത്തിയിരുന്നു. നിലവിലെ സ്റ്റോക്ക് കഴിഞ്ഞാൽ കാത്ത് ലാബുകളുടെ പ്രവർത്തനം പൂർണ്ണമായും പ്രതിസന്ധിയിലാവും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ തീർന്നുവെന്നും അടിയന്തര ശസ്ത്രക്രിയ നടത്താൻ സാധിക്കില്ലെന്നും ചൂണ്ടിക്കാട്ടിയുള്ള വകുപ്പ് മേധാവിയുടെ കത്ത് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഉപകരണങ്ങളുടെ ക്ഷാമം മുൻകൂട്ടി നിശ്ചയിച്ച ശസ്ത്രക്രിയകളെ ബാധിക്കുമെന്നും സൂപ്രണ്ടിന് അയച്ച കത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതിസന്ധി മറ്റ് ആശുപത്രികളെയും ബാധിക്കുന്നത്. ജനം, തിരുവനന്തപുരം.